നമസ്കാരം. സെക്കൻഡ് ഇയർ ഫീൽഡ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടിംഗ് ആൻഡ് പെരിഫറൽസ് കോഴ്സിൻ്റെ ഇന്നത്തെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിൻഡോസ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇന്ന് പോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻസ് എന്തെല്ലാമാണെന്നും ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, കോൺഫിഗർ ചെയ്യാം എന്നതും സെർവറിനെ ഒരു ഡൊമെയിൻ കൺട്രോളറായി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കാം. പോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻ ഓഫ് വിൻഡോസ് സെർവർ 2016. വിൻഡോസ് സെർവർ 2016 ഇനീഷ്യലൈസേഷൻ. സെർവർ ഇൻസ്റ്റലേഷൻ സമയത്ത് സെറ്റ് ചെയ്ത പാസ്വേഡ് ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ആക്ഷൻ സെൻറ്ററിൽ നിന്നും വിൻഡോസ് സ്മാർട്ട് സ്ക്രീൻ ടേൺ ഓൺ ചെയ്യാനുള്ള ഒരു നോട്ടിഫിക്കേഷൻ സിസ്റ്റം ട്രേയിൽ കാണാൻ സാധിക്കും. ഡീഫോൾട്ടായി വിൻഡോസ് സ്മാർട്ട് സ്ക്രീൻ ഡിസേബിൾഡ് ആയിരിക്കും. ഡൊമെയിൻ അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഉപയോഗിച്ച് സ്മാർട്ട് സ്ക്രീൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഒരു സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ലോഗിൻ ചെയ്താൽ നമുക്ക് മുന്നിലേക്ക് ആദ്യം വരുന്നത് സെർവർ മാനേജർ ഡാഷ്ബോർഡ് എന്ന സ്ക്രീൻ ആയിരിക്കും. ഒരു സെർവറിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ആ സെർവറിന് ആവശ്യമായ കോൺഫിഗറേഷൻസ് സെറ്റ് ചെയ്തിരിക്കണം. ആദ്യമായി ടൈം സോൺ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സെർവർ മാനേജർ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിൽ ലോക്കൽ സെർവർ ക്ലിക്ക് ചെയ്യുക. ടൈം സോൺ എന്നതിന് നേരെയുള്ള ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ ചേഞ്ച് ടൈം സോൺ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും കറക്റ്റ് ടൈം സോൺ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നെറ്റ്വർക്ക് കാർഡ് സെറ്റപ്പ് ചെയ്യാനായി സെർവർ മാനേജർ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള ലോക്കൽ സെർവർ ക്ലിക്ക് ചെയ്യുക. ഈതർനെറ്റിന് നേരെയുള്ള ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ വിൻഡോയിൽ കാണുന്ന ഈതർനെറ്റ് ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇവിടെ IP വേർഷൻ 4 സെലക്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ യൂസ് ദ ഫോളോയിങ് IP അഡ്രസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു IP അഡ്രസ്സും സബ്നെറ്റ് മാസ്കും ഡിഫോൾട്ട് ഗേറ്റ്വേയും നൽകുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ നെയിം ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി സെർവർ മാനേജർ ഡാഷ്ബോർഡിൽ ലോക്കൽ സെർവർ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ നെയിം എന്ന ഫീൽഡിന് നേരെയുള്ള ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ നെയിം എന്ന ടാബിൽ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കമ്പ്യൂട്ടർ നെയിം ഫീൽഡിന് നേരെ പുതിയ സെർവർ നെയിം കൊടുത്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ചേഞ്ചസ് എല്ലാം തന്നെ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. റീസ്റ്റാർട്ട് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സെർവർ റീബൂട്ട് ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇനി വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുവാനായി സെർവർ മാനേജർ ഡാഷ്ബോർഡിൽ ലെഫ്റ്റ് സൈഡിൽ ലോക്കൽ സെർവർ ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് അപ്ഡേറ്റിന് നേരെയുള്ള ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ ഇൻസ്റ്റാൾ നൗ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് ഹിസ്റ്ററി, ചേഞ്ച് ആക്റ്റീവ് അവേഴ്സ്, റീസ്റ്റാർട്ട് ഓപ്ഷൻസ് എന്നിവയാണ് വിൻഡോസ് അപ്ഡേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്. അടുത്തതായി റിമോട്ട് ഡെസ്ക്ടോപ്പ് എനേബിൾ ചെയ്യുന്നതിനായി സെർവർ മാനേജർ ഡാഷ്ബോർഡിൽ ലോക്കൽ സെർവർ സെലക്ട് ചെയ്യുക. റിമോട്ട് ഡെസ്ക്ടോപ്പ് എന്ന പ്രോപ്പർട്ടി ഡിഫോൾട്ടായി ഡിസേബിൾഡ് ആയിരിക്കും. ഈ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം പ്രോപ്പർട്ടി എന്ന വിൻഡോയിൽ റിമോട്ട് ടാബ് ആക്റ്റീവായി കാണാവുന്നതാണ്. എലോ റിമോട്ട് കണക്ഷൻസ് ടു ദിസ് കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനിലേക്ക് റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുക. റിമോട്ട് ഡെസ്ക്ടോപ്പ് ഫയർവാൾ എക്സെപ്ഷൻ വിൽ ബി എനേബിൾഡ് എന്ന അലർട്ട് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും നല്ല പെർഫോമൻസിന് വേണ്ടി സെർവറുകളെ മോണിറ്റർ ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇതിനായി വിൻഡോസ് സെർവറിൽ നിരവധി ടൂൾസ് അവൈലബിൾ ആണ്. കമ്പണൻസ് ഓഫ് സെർവർ മാനേജ്മെൻറ്റ്, ഹാർഡ്വെയർ മാനേജ്മെൻറ്റ്, സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി, ബാക്കപ്സ്. വിൻഡോസ് സെർവർ 2016 അവൈലബിൾ ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിൻഡോസ് അഡ്മിൻ സെൻറ്റർ, സെർവർ മാനേജർ, റിമോട്ട് സെർവർ അഡ്മിനിസ്ട്രേഷൻ ടൂൾസ്, വിൻഡോസ് സെർവർ അപ്ഡേറ്റ് സർവീസസ്. ഇനി സെർവർ മാനേജ്മെൻറ്റ് ടൂൾസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം.
basic system configuration tasks, performance monitoring, device management, viewing the roles and features that are installed on a server, viewing the Windows event logs, PowerShell based management. Windows PowerShell. PowerShell എന്ന ടൂൾ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കമാൻഡ് ലൈൻ യൂട്ടിലിറ്റിയുമാണ്. ഇത് ഒരു പവർഫുള്ളായ എക്സിക്യൂഷൻ എഞ്ചിനാണ്. പവർഷെൽ സ്ക്രിപ്റ്റിംഗ് ഉപയോഗിച്ച് ലോക്കൽ മെഷീനിലും റിമോട്ട് മെഷീനിലും കമാൻഡ്സ് റൺ ചെയ്യാവുന്നതാണ്. പവർഷെൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെർവറിലുള്ള യൂസേഴ്സിനെ മാനേജ് ചെയ്യാനും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളെ ഓട്ടോമേറ്റ് ചെയ്യുവാനും സാധിക്കും. വിൻഡോസ് പവർഷെല്ലിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബിൽറ്റ് ഇൻ ഹെൽപ്പ് സിസ്റ്റം, പൈപ്പ് ലൈൻ, aliases, operates on objects over text, has commandlets, has many types of commands. ബേസിക് ആയിട്ടുള്ള കുറച്ച് പവർഷെൽ കമാൻഡ്സ് പരിചയപ്പെടാം. ഗെറ്റ് കമാൻഡ് എന്ന കമാൻഡ്ലെറ്റ് ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ ബിൽറ്റിൻ ആയിട്ടുള്ള എല്ലാ കമാൻഡ്സും ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഗെറ്റ് ഹെൽപ്പ് എന്ന കമാൻഡ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പവർഷെല്ലിലുള്ള ഏതൊരു കമാൻഡ്ലെറ്റിനെ കുറിച്ചുമുള്ള ഡിസ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസസ്. ഒരു വിൻഡോസ് സെർവറിന് ആവശ്യമായ ഡയറക്ടറി സർവീസസ് ഡാറ്റാബേസ് ആണ് ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസസ്, അതായത് ADDS. ഒരു ആക്റ്റീവ് ഡയറക്ടറി സെർവർ സാധാരണയായി കോൺഫിഗർ ചെയ്യുന്നത് നമ്മുടെ ഓഫീസിലോ കമ്പനിയിലോ ഉള്ള കമ്പ്യൂട്ടറുകളെയും യൂസേഴ്സിനെയും മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമൊക്കെയാണ്. ഒരു വലിയ ഓഫീസോ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയോ ആണെങ്കിൽ അതിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൺട്രോൾ ചെയ്യാനും യൂസേഴ്സിനെ മാനേജ് ചെയ്യാനും ഒരു സെപ്പറേറ്റ് സെർവർ കമ്പ്യൂട്ടർ കോൺഫിഗർ ചെയ്യേണ്ടി വരും. ഈ സിസ്റ്റത്തിലാണ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതിൽ ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഈ കമ്പ്യൂട്ടറിൽ നിന്നായിരിക്കും ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഡൊമെയിൻ കൺട്രോളേഴ്സ്. സെർവറും അതുമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും യൂസേഴ്സും ചേർന്നാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. സെർവറിൽ ADDS എന്ന സർവീസ് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമെയിനകത്ത് വരുന്ന യൂസേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ്, ഷെയർഡ് ഫോൾഡേഴ്സ്, ഗ്രൂപ്പ്സ്, കോണ്ടാക്ട്സ് തുടങ്ങിയ ഒബ്ജക്റ്റുകളെ സെൻട്രലൈസ്ഡ് ആയി മാനേജ് ചെയ്യുവാൻ സാധിക്കും. ഒരു സെർവർ സിസ്റ്റത്തിൽ ആക്റ്റീവ് ഡയറക്ടറി സർവീസ് കോൺഫിഗർ ചെയ്താൽ ആ സിസ്റ്റം ഒരു ഡൊമെയിൻ കൺട്രോളറായി ആക്ട് ചെയ്യുന്നു. ഒരു ഡൊമെയിൻ കൺട്രോളർ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ ഓതൻറ്റിക്കേഷൻ ഉറപ്പുവരുത്തുക എന്നതാണ്. ഡൊമെയിൻ കൺട്രോളറായി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സെർവർ സിസ്റ്റത്തിന് ആ നെറ്റ്വർക്കിലെ ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സുകളിലെ കൺട്രോൾ പാനൽ, IP അഡ്രസ് കോൺഫിഗർ ചെയ്യുന്ന സെക്ഷൻ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏത് സെക്ഷൻ വേണമെങ്കിലും ബ്ലോക്ക് ചെയ്തു വയ്ക്കുവാൻ സാധിക്കും. പല കമ്പനികളിലും സിസ്റ്റത്തിൽ USB ഡ്രൈവ്, DVD ഡ്രൈവ് എന്നിവ ഡിസേബിൾ ചെയ്ത് വയ്ക്കാറുണ്ട്. ഇതിനു കാരണം വൈറസ് ഉള്ള ഒരു USB ഡ്രൈവ് കമ്പനിയിലെ ഏതെങ്കിലും സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളുമായും കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഈ USB ഡ്രൈവിലെ വൈറസ് ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും സ്പ്രെഡ് ചെയ്യും. അതിനാൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒഴിവാക്കാനായി ഓരോ കമ്പനിയിലെയും IT അഡ്മിനിസ്ട്രേറ്റർ USB അല്ലെങ്കിൽ DVD ഡ്രൈവ് ബ്ലോക്ക് ചെയ്തു വയ്ക്കുന്നു. അതുകൊണ്ട് ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വഴി ഓരോ കമ്പനിക്കും അവരവരുടേതായിട്ടുള്ള സെക്യൂരിറ്റീസും പോളിസീസും ഈ ഒരു ഡൊമെയിൻ കൺട്രോളറിൽ ഇരുന്നു കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുവാൻ സാധിക്കും. ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് എന്നത് പ്രധാനമായും ഫിസിക്കൽ കമ്പോണൻസും ലോജിക്കൽ കമ്പോണൻസും ചേർന്നതാണ്. പാർട്ടീഷൻ, സ്കീമ, ഡൊമെയിൻ, ഡൊമെയിൻ ട്രീ, ഫോറസ്റ്റ്, സൈറ്റ്, സബ്നെറ്റ്, ഓർഗനൈസേഷണൽ യൂണിറ്റ്, കണ്ടെയ്നർ എന്നിവയാണ് ലോജിക്കൽ കമ്പോണൻസ്. ഡൊമെയിൻ കൺട്രോളർ, ഡാറ്റ സ്റ്റോർ, ഗ്ലോബൽ കാറ്റലോഗ് സെർവർ, റീഡ് ഓൺലി ഡൊമെയിൻ കൺട്രോളർ, സൈറ്റ്, സബ്നെറ്റ് എന്നിവയാണ് ADDSൻ്റെ ഫിസിക്കൽ കമ്പോണൻസ്. ഇനി നമ്മുടെ സെർവറിൽ ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് എന്ന റോൾ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സെർവർ മാനേജർ ഓപ്പൺ ചെയ്യുക. ഡാഷ്ബോർഡിൽ ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തുറന്നു വരുന്ന വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് കാണാം.
അതിൽ ആദ്യത്തെയാണ് ബിഫോർ യു ബിഗിൻ എന്ന ഓപ്ഷൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് ഉറപ്പുവരുത്തുക. ഏത് റോൾ ആഡ് ചെയ്യുമ്പോഴും ഈ വിൻഡോ ഓപ്പൺ ആയി വരുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഓപ്പൺ ആയി വരുന്ന വിൻഡോ ഇൻസ്റ്റലേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാനാണ്. ഇതിൽ റോൾ ബേസ്ഡ് ഓർ ഫീച്ചർ ബേസ്ഡ് ഇൻസ്റ്റലേഷൻ എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി വന്നിരിക്കുന്ന വിൻഡോയിൽ ഈ സെർവറിൽ ഏത് റോൾ ആണോ ആഡ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓരോ റോൾ ആഡ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസസ് എന്ന റോൾ ആണ്. ഈ റോൾ സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ മറ്റൊരു വിൻഡോ കാണുവാൻ സാധിക്കും. ഇതിൽ പറയുന്നത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുവാൻ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ആവശ്യമുണ്ട് എന്നതാണ്. ഈ ഫീച്ചേഴ്സ് ആഡ് ഫീച്ചേഴ്സ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി കാണുന്ന വിൻഡോയിൽ ആക്റ്റീവ് ഡയറക്ടറി റോളിന് ആവശ്യമായ ഫീച്ചേഴ്സ് ഡീഫോൾട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന വിൻഡോയിൽ കുറച്ച് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. പ്രധാനമായും ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് പ്രോപ്പറായി വർക്ക് ചെയ്യണമെങ്കിൽ DNS കൂടിയേ തീരൂ എന്നതാണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വന്നിരിക്കുന്ന ഈ പേജിൽ കൺഫർമേഷൻ ആണ് ചോദിക്കുന്നത്. ഇവിടെ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കാണാൻ സാധിക്കും. എന്തൊക്കെ സർവീസസ് ആണ് ലോഡ് ആവുന്നതെന്ന് നമുക്ക് കാണാം. ഈ വിൻഡോയിൽ കുറച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കാണാം. അഡീഷണൽ സ്റ്റെപ്സ് ആർ റിക്വയർഡ് ടു മേക്ക് ദിസ് മെഷീൻ എ ഡൊമെയിൻ കൺട്രോളർ. അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിനെ ഡൊമെയിൻ കൺട്രോളറായി മാറ്റണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന പ്രൊമോട്ട് ദിസ് സെർവർ ടു എ ഡൊമെയിൻ കൺട്രോളർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം സെർവർ മാനേജർ ഡാഷ്ബോർഡിൽ ഒരു ഫ്ലാഗ് സിംബൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഫ്ലാഗ് സിംബലിന് താഴെയായി ഒരു നോട്ടിഫിക്കേഷനും കാണാം. അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രൊമോട്ട് ദിസ് സെർവർ ടു എ ഡൊമെയിൻ കൺട്രോളർ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിപ്ലോയ്മെന്റ് കോൺഫിഗറേഷൻ എന്ന വിൻഡോ ഓപ്പൺ ആയി വരുന്നു. ഇവിടെ 3 ഓപ്ഷനുകൾ നമുക്ക് കാണാം. ഇതിൽ ആദ്യമായി ഒരു ഡൊമെയിൻ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യുന്നതിനാൽ ആഡ് എ ന്യൂ ഫോറസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആദ്യമായി ക്രിയേറ്റ് ചെയ്യുന്ന ഡൊമെയിൻ കൺട്രോളറിനെ റൂട്ട് ഡൊമെയിൻ കൺട്രോളർ എന്നാണ് പറയുന്നത്. റൂട്ട് ഡൊമെയിൻ നെയിം എന്ന സ്ഥലത്ത് .com എന്ന എക്സ്റ്റൻഷനോട് കൂടി ഒരു ഡൊമെയിൻ നെയിം കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡൊമെയിൻ കൺട്രോളർ ഓപ്ഷൻ എന്ന വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഫോറസ്റ്റ് ഫംഗ്ഷണൽ ലെവൽ, ഡൊമെയിൻ ഫംഗ്ഷണൽ ലെവൽ എന്നുള്ളത് വിൻഡോസ് സെർവർ 2016 തന്നെ സെലക്ട് ചെയ്യുക. ഒരു ആക്റ്റീവ് ഡയറക്ടറി സർവീസ് കോൺഫിഗർ ചെയ്യുമ്പോൾ DNS കൂടിയേ തീരൂ. അതിനാൽ DNS സെർവറിൽ ടിക്ക് മാർക്ക് ഒരിക്കലും റിമൂവ് ചെയ്യരുത്. അടുത്തതായി DSRM പാസ്വേഡ് കൊടുക്കുക എന്നതാണ്. അതായത് നമ്മുടെ ആക്റ്റീവ് ഡയറക്ടറി എപ്പോഴെങ്കിലും കറപ്റ്റഡ് ആയാൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ആക്റ്റീവ് ഡയറക്ടറി റീസ്റ്റോർ മോഡ് എന്നൊരു വിഭാഗത്തിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ കറപ്റ്റഡ് ആയ ആക്റ്റീവ് ഡയറക്ടറിയെ റിക്കവർ ചെയ്യണമെങ്കിൽ ഇവിടെ നൽകുന്ന പാസ്വേഡ് റിക്കവറി ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതായി വരും. ഒരു കോംപ്ലക്സ് പാസ്വേഡ് തന്നെ ഇവിടെ കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ DNS ഓപ്ഷൻ എന്ന വിൻഡോ കാണാം. ഇവിടെ ഒരു നോട്ടിഫിക്കേഷനും കാണാൻ സാധിക്കും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അഡീഷണൽ ഓപ്ഷൻസ് എന്ന വിൻഡോയിൽ നെറ്റ് ബയോസ് ഡൊമെയിൻ നെയിം എന്ന സ്ഥലത്ത് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള റൂട്ട് ഡൊമെയിൻ നെയിം ഓട്ടോമാറ്റിക് ആയി കാണാൻ സാധിക്കും. തുടർന്ന് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പാത്സ് എന്ന വിൻഡോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആക്റ്റീവ് ഡയറക്ടറിയുടെ ഡാറ്റാബേസ്, ലോഗ് ഫയൽസ്, സിസ് ഫോൾഡേഴ്സ് എന്നിവ എവിടെയാണ് സ്റ്റോർ ആകുന്നത് എന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും റിവ്യൂ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പ്രീ റിക്വിസിറ്റ്സ് ചെക്ക് എന്ന വിൻഡോ ഓപ്പൺ ആയി വരുന്നു. ഇതിൽ ഒരു ആക്റ്റീവ് ഡയറക്ടറി സെർവർ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ചെക്കിങ്ങും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്ന മെസ്സേജ് കാണാൻ സാധിക്കും. ഈ വിൻഡോയിൽ എറർ മെസ്സേജസ് എന്തെങ്കിലും വന്നാൽ അത് സോൾവ് ചെയ്തതിനു ശേഷം മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. വാർണിംഗ് മെസ്സേജസ്
നമുക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. തുടർന്ന് ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സെർവർ മാനേജർ ഡാഷ്ബോർഡിൽ നമ്മൾ ആഡ് ചെയ്ത ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് അതുപോലെ DNS എന്നത് കാണാൻ സാധിക്കും. ഈ വിൻഡോയിൽ ടൂൾസ് എന്ന ഓപ്ഷനിൽ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മറ്റൊരു വിൻഡോ ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ എന്താണോ ക്രിയേറ്റ് ചെയ്ത ഡൊമെയിൻ, ആ ഡൊമെയിൻ നെയിം അവിടെ കാണാൻ സാധിക്കും. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡൊമെയിൻ കൺട്രോളേഴ്സ് ഫോൾഡർ കാണാം, യൂസേഴ്സ് ഫോൾഡറും കാണാൻ സാധിക്കും. ഡൊമെയിൻ കൺട്രോളർ സക്സസ്ഫുൾ ആയി കോൺഫിഗർ ചെയ്തതിനു ശേഷം കമാൻഡ് പ്രോംപ്റ്റ് വഴി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡൊമെയിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാവുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റർ കമാൻഡ് പ്രോംപ്റ്റ് വിൻഡോയിൽ ipconfig എന്ന കമാൻഡ് ടൈപ്പ് ചെയ്യുക. ഇവിടെ IP അഡ്രസ്സ് കാണാവുന്നതാണ്. ഡൊമെയിനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയുന്നതിനായി പിങ് കമാൻഡ് കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു വിൻഡോസ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പോസ്റ്റ് ഇൻസ്റ്റലേഷൻ കോൺഫിഗറേഷൻസ് എന്തെല്ലാമാണെന്നും വിൻഡോസ് സെർവർ 2016 മാനേജ്മെന്റ് ടൂൾസ് എന്തൊക്കെയാണെന്നും വിൻഡോസ് പവർ ഷെൽ എന്താണെന്നും ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് എന്ന റോൾ എങ്ങനെ ആഡ് ചെയ്യണമെന്നും ADDSന്റെ സ്ട്രക്ചർ എന്താണെന്നും ഒരു ഡൊമെയിൻ കൺട്രോളർ എന്നാൽ എന്താണെന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നും എങ്ങനെ ഒരു സെർവറിനെ ഡൊമെയിൻ കൺട്രോളറായി പ്രൊമോട്ട് ചെയ്യാമെന്നും മനസ്സിലാക്കി എന്ന് കരുതുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിൽ യൂസർ അക്കൗണ്ട്സുകളെക്കുറിച്ചും ഗ്രൂപ്പ് പോളിസി പ്രോസസ്സിങ്ങിനെ കുറിച്ചും നിങ്ങൾ പഠിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.